ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്, അതേസമയം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ. അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കിതിലോട്ടുള്ള സേമിയ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 4-5 കപ്പോളം എടുക്കണം കേട്ടോ. അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ലപോലെ തിളയ്ക്കാൻ വെക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സേമിയ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്കിതിലോട്ട് 1 കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു ഹാഫ് കുക്കായാൽ മതി. അപ്പോൾ ഒരുപാട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് 2-3 തള വരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സേമിയ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ നമ്മുടെ സേമിയ ഒരു ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു സേമിയ എടുത്ത് പൊട്ടിക്കുമ്പോൾ നമുക്കങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റണം കേട്ടോ. അത് അതുപോലെ ഇരിക്കണം, ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. ഇത് കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. അതിലോട്ട് കുറച്ച് നോർമൽ വാട്ടർ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ മൈദയും തന്നെ നമ്മൾ അരിപ്പൊടി എടുത്ത അതേ അളവ് തന്നെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. നമ്മളിത് വേവിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു സേമിയ ചേർത്ത് നല്ലപോലെ ഈ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ അതാ നോക്കിയാൽ ഞാൻ അവിടെ അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ സേമിയ ഈ കറക്റ്റ് പാകത്തിനെടുത്താൽ അതായത് ഇതുപോലെ ഒന്നൊട്ടാതെ കിട്ടും. ഇനി ഒന്നുമില്ല, നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചായിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങോട്ട് ചൂട് കൂടി പോകരുത് കേട്ടോ. ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ കപ്പലണ്ടി ചേർത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നല്ലപോലെ വറുത്തെടുക്കാം. നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ സേമിയ ഇട്ട് വെച്ചേക്കുന്ന പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് 1/4 കപ്പ് അളവിൽ തന്നെ നമ്മുടെ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊട്ടുകടലൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും, ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പൊട്ടുകടലയും ഞാൻ അവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അവലാണ്. അപ്പോൾ ഞാനിവിടെ വെള്ള അവലാണ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ട അവലും എടുക്കാവുന്നതാണ്. ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ വെള്ള അവലും കൂടെ ചേർത്ത് നല്ല പോലെ വറുത്തെടുക്കുന്നുണ്ട്. അവലൊക്കെ പെട്ടെന്ന് വറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ എല്ലാം കരിയാതെ വേഗം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മളിതാ അവലും ഇതിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് തോലി കൊടുക്കണേ തന്നെ ചതച്ചെടുത്തേക്കണേ ചേർത്തൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മൾ മിക്സർ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലേവറോട് കൂടിയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചായി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഓവറായിട്ടായി കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് കൂടെ വേണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് മറക്കരുതേ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്